മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ. ഈ ഒരു രംഗത്ത് കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭവ്യ നന്ദകുമാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഒരു കരിയറായി ചൂസ് ചെയ്ത സമയത്തും ഇപ്പോൾ സംരംഭകയായി വർക്ക് ചെയ്യുന്ന സമയത്തും എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് ഭവ്യയോട് ചോദിച്ചറിയാം. നമസ്കാരം, നോനെക്സ് ടോക്സിലേക്ക് സ്വാഗതം. താങ്ക് യു. പറഞ്ഞതുപോലെ 12 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രൗഢിയൊക്കെ വൈകുന്നത് ഇപ്പോൾ കുറച്ച് കാലത്തിനിടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും കാലത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക് വന്നത്? എങ്ങനെയായിരുന്നു ഈ ഒരു കരിയറിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഇപ്പം ഞാൻ പഠിച്ചിറങ്ങിയത് ഇംഗ്ലീഷും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിങ്ങിൽ MBA ആണ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് ആകെ അറിയാവുന്ന എനിക്ക് അഡ്വർടൈസിങ്ങിൽ ഒരു ജോലി വേണം എന്നുള്ളതായിരുന്നു. ദാറ്റ് ഐ വാസ് ക്ലിയർ. അതല്ലാതെ അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്നോ എന്താണ് പോസിബിലിറ്റീസെന്നോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പല അഡ്വർടൈസിങ് ഫേംസും നോക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പേപ്പറിൽ കണ്ടു ഗൂഗിളിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഒരു കമ്പനി ഇങ്ങനെ വിളിക്കുന്നതായിട്ടൊരു ആഡ് കണ്ടു. അങ്ങനെയാണ് ഞാൻ ആ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും. അത് ഇൻഫാക്ട് കൊച്ചിയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് കമ്പനീസ് ടു സ്റ്റാർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 12 years ബാക്ക് ഫേസ്ബുക്ക് ഇത്ര പ്രോമിനൻ്റ് അല്ല. അന്ന് ഗൂഗിള്, സെർച്ച് എൻജിൻ, യാഹൂ, ഇമെയിൽ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൂഗിളിൽ ആഡ്സ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഒരു ഫേമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ക്ലയൻസിന് വേണ്ടി ഗൂഗിളിലാണെന്ന് പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ് ഇത്ര കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ശരിക്കും ഗൂഗിളിൻ്റെ ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഡയറക്ട്ലി ട്രെയിൻഡ് ബൈ ഗൂഗിൾ എന്നൊക്കെ നമ്മൾ വളരെ അഹങ്കാരത്തോടെ പറയുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊരു വലിയ ഓഷ്യനാണെന്നും നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു തുള്ളി ആവുന്നുള്ളൂ എന്നും. പിന്നെ ആസ് ഇയേഴ്സ് മൂവ്ഡ് ഓൺ ഒരുപാട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് വന്നു. പിന്നെ ഫേസ്ബുക്ക് വന്ന് പോപ്പുലറായി, ഓർക്കുട്ട് ഉണ്ടായിരുന്നത് പോയി, അതുപോലെ കുറേ കാര്യങ്ങൾ വന്നു. ഇൻസ്റ്റഗ്രാം വന്നു, ടിക്ടോക്ക് വന്നത് പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കുറേ പോസിബിലിറ്റീസ് ഉണ്ട് അഡ്വർടൈസ് ചെയ്യാൻ. ആൻഡ് നേരത്തെ ഇപ്പോൾ ഈ പറയുന്ന ഒരു 12 years ബാക്ക് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് എന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും പറയാൻ അറിയില്ലായിരുന്നു. എന്താ ചെയ്യുന്നത്? അവൾ നെറ്റിൽ പരസ്യം കൊടുക്കുന്ന എന്തോ ജോലിയാണ്, ഇത്രേ അറിയുള്ളൂ. പിന്നെ ഞാൻ ആൾക്കാരെ പറഞ്ഞ് എക്സാക്ട്ലി അപ്പം നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യൂ, ആദ്യം കാണുന്ന 1-2 സാധനങ്ങൾ ആഡാണ്, അത് ഞങ്ങൾ ഇടുന്നതാണ്. ഇങ്ങനെയാണ് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓരോ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇപ്പം നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാസ് ഇവോൾവ് സോ മച്ച് അല്ലെ. അതിൽ തന്നെ എത്ര സ്പെഷ്യലൈസേഷൻസ് വന്നു, ആൾക്കാർ കുറേ കൂടെ അവെയറാണ്. ആൻഡ് ലോക്ക്ഡൗണും കൂടി കഴിഞ്ഞതോടുകൂടി ആൾക്കാർക്ക് അതൊരു മസ്റ്റാണെന്ന് മനസ്സിലായി തുടങ്ങി. ഞങ്ങൾക്കൊക്കെ കുറച്ച് ബഹുമാനം കിട്ടി തുടങ്ങി ഇപ്പോൾ. ശരി, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? അവരുടെ പ്രവർത്തന മേഖല എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു അതിനൊരു അംബ്രല്ല ടേമാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഗൂഗിൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ആഡ്സ് വരും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരും. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ തന്നെ പെയ്ഡ് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഇതുപോലെ പല പല കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതെല്ലാം കൂടാതെ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വെബ്സൈറ്റ് വേണം. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ഇസ് ഓൾസോ ഇൻ എ വേ പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ ഓരോ സെഗ്മെൻറ്റിലും വരുന്ന ആൾക്കാർ ഓരോ ടൈപ്പ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ആൾക്കാർ കൂടുതലും ചിലപ്പോൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിലായിരിക്കും, അവരാണ് അതിനൊരു വിഷ്വൽ പാർട്ടിലേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഡ്സിൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ കണ്ടൻറ്റ് എഴുതാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതാണ് സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ PR മാർക്കറ്റിങ്ങിനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി റിലേഷൻ ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ നിന്നാണല്ലോ ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ PR എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് നമ്മളത് പെയ്ഡ് മീഡിയംസിലൂടെയും അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടാവുന്ന മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, ഇപ്പോൾ നെക്സ്റ്റ് പോലെയുള്ള മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ബ്രാൻഡ്സിൻ്റെ പൊസിഷനിങ്. അപ്പം ബേസിക്കലി എന്താ ഉണ്ടാവണത്, നിങ്ങളുടെ ഇപ്പോൾ മറ്റൊരു പബ്ലിഷർ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പബ്ലിഷറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഓഡിയൻസും കൂടെ നമുക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഒരു PR ഏജൻസി ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു വഴിക്ക് പോകുന്നു, അതൊരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ അതേസമയം നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതും വേറൊരാൾ എന്നെക്കുറിച്ച് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും ഈക്വലി ബെനിഫിഷ്യലാണ്.
അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിന് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? എല്ലാവർക്കും കയറി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഒരു അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? ശരി, ഇതിനകത്ത് പ്രോബബ്ലി ഒരു മിത്തായിരിക്കും. ഞാൻ ആദ്യം അത് ക്ലിയർ ചെയ്യാം. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആവേണ്ട ആവശ്യമില്ല. 12th പോലും പാസ്സാവേണ്ട. 10th കഴിഞ്ഞ ഒരാൾക്ക് ഒരു മിനിമം കോമൺ സെൻസും ലാംഗ്വേജ് സ്കിൽസും ഉള്ള ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാം. അതാണ് ബേസിക് കാര്യം. ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്ത സ്റ്റുഡൻസിൽ ഒരുപാട് പേര് ഗ്രാജുവേഷൻ കഴിയാത്തവരുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് ഗ്രാജുവേഷൻ കഴിയാത്ത ആൾക്കാരെയൊക്കെ. പക്ഷെ അതൊക്കെ പ്യോർലി ബേസ്ഡ് ഓൺ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോഴും ഇപ്പം ഞാനെന്നൊരു വ്യക്തിയാണ് ജോബിന് അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് എനിക്കൊരു ധാരണ വേണം. എനിക്ക് കണ്ടന്റ് എഴുതാനാണോ ഇഷ്ടം, വീഡിയോ ഉണ്ടാക്കാനാണോ ഇഷ്ടം, അതോ ആഡ്സ് ചെയ്യാനാണോ, എന്താണ് പഠിക്കാൻ താല്പര്യമുള്ള, അതിനോട് മാപ്പ് ചെയ്ത് നമുക്ക് എന്ത് സ്കില്ലാണുള്ളത് അതെല്ലാം കൂടെ ചെയ്തൊരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ MBA മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ സ്ലൈസസ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ അതിലേക്ക് മാച്ച് ചെയ്ത് വേണം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചെടുക്കേണ്ടതല്ലാതെ നമുക്ക് ഓവർ ദ ഇയേഴ്സ് വരേണ്ട കാര്യം നമ്മൾ ലേണബിൾ ആയിരിക്കണം, ട്രെയിനബിൾ ആയിരിക്കണം, ആൻഡ് ഓൾസോ ഓപ്പൺ ടു ചേഞ്ചസ് ആയിരിക്കണം. കാരണം ഇന്നലെ കണ്ട ഫേസ്ബുക്ക് അല്ല നമ്മൾ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതെ, 12 വർഷം മുന്നേ ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ലല്ലോ. എക്സാക്ട്ലി, അതെ. അപ്പോൾ അതുപോലെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ടെക്നോളജി മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ Web3 മൂവ് ഓൺ ചെയ്യാണ്. അപ്പോൾ മെറ്റാവേഴ്സിൽ വരുന്ന ചേഞ്ചസ് അബ്സോർബ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവണം. അല്ലെങ്കിൽ നമ്മൾ നോക്കിയേക്ക് പറ്റിയ പോലെ റിഡണ്ടൻ്റ് ആയി എക്സ്പയർ ആയി പോകും. കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഗൂഗിൾ ആഡ്സ്, ട്രാഫിക് ബിൽഡിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതും അതുമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തൊക്കെയാണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? എന്താണ് കാലത്തിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഓക്കെ, കാലത്തിനനുസരിച്ച് 2 ടൈപ്പ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് എൻ്റെ പേഴ്സണൽ ജേർണിയിൽ, 2 മാർക്കറ്റിൽ വന്ന ചേഞ്ചസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 12 ഇയേഴ്സ് ബാക്ക്, ഒരു 10 ഇയേഴ്സ് ബാക്ക് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സെർച്ച് എൻജിൻസ് ആണ് പ്രെവലൻറ്റ്. യാഹൂ, ഗൂഗിൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രെവലൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി ആൾക്കാർ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ ഇനി സോഷ്യൽ മീഡിയയും കഴിഞ്ഞ് കുറേ നേറ്റീവ് ആഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് വേറെ ന്യൂസ് ചാനൽസിൽ വരുന്ന ആർട്ടിക്കിൾസ്, അതിൽ നിന്ന് പോകുന്ന ലിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ വന്ന ചേഞ്ചസ്. ആസ് എ പേഴ്സൺ ഞാൻ ഗോ ത്രൂ ചെയ്ത ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആഡ് എഴുതി അപ്ലോഡ് ചെയ്ത് അപ്രൂവൽ വാങ്ങി അങ്ങനെ ചെയ്ത് പഠിച്ചത് മുതൽ ഇപ്പോൾ അതിനൊരു സ്ട്രാറ്റജൈസിങ് ലെവലിലേക്ക് വരെ മാറി. ഒബ്വിയസ്ലി ക്ലയൻസിൻ്റെ ബഡ്ജറ്റ്സും അതനുസരിച്ച് മാറിയിട്ടുണ്ട്. ബിക്കോസ് അവർ അവെയർ ആവും തോറും അവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എക്സാക്ട്ലി അവർ അതിന് കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആണ്. ബിക്കോസ് ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഓരോ രൂപയും എവിടെ സ്പെൻഡായി എന്ന് വരെ അറിയാൻ പറ്റും. അത് നമുക്കൊരു എന്താ പറയുക, ഒരു പേപ്പറിൽ ആഡ് കൊടുത്തത് കൊണ്ടോ ഒന്നും കിട്ടുന്നില്ല, അറിയുന്നില്ല നമ്മൾ. അതെ അതെ. അപ്പോൾ അങ്ങനെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. ഈവൻ പേഴ്സണലി ആയാലും ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗൂഗിൾ ആഡ്സ് വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ബിക്കോസ് എനിക്ക് കംഫർട്ടബിൾ, എനിക്കിഷ്ടം, ആൻഡ് എൻ്റെ ക്ലയൻസിന് എനിക്ക് റിസൾട്ട്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കൂടുതലും ഞാൻ സ്ട്രോങ്ങർ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ സ്ട്രാറ്റജൈസിങ്ങും ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് പാഷനേറ്റ് ആയിട്ട് ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിക്കണം എന്ന് നിർബന്ധമുണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ? ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, ഞങ്ങളൊക്കെ ഓൺ ദ ജോബ് പഠിച്ചതാണിത്. അതുപോലെ തന്നെ പക്ഷെ കുട്ടികൾക്ക് എന്തുകൊണ്ടോ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പം എന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോഴാണ്. അവിടുന്ന് പോയി പഠിച്ചു, അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പോൾ ഇനി അവർക്ക് ജോലിക്കും ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പേരൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതേസമയം ഞങ്ങൾ അവിടെ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് റൺ ചെയ്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു ഏജൻസി സ്റ്റൈലിൽ വർക്ക് ചെയ്യാനാണ്. നമുക്ക് ക്ലയൻസിൻ്റെ പ്രോജക്ട്സ് കുട്ടികളെ കൊണ്ട് ചെയ്യും. അപ്പോൾ അവർക്ക് റിയൽ എക്സ്പോഷറാണ്, തിയറി മാത്രമല്ല. അതെ അതെ. അപ്പോൾ ഒരു പുറത്ത് പോയി നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ. അപ്പം ഈവൻ ഇപ്പോൾ ഇനി പുതിയതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള കോഴ്സസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് അങ്ങനെ പ്രാക്ടിക്കൽ കോഴ്സ് പഠിക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഡെമി പോലെയുള്ള കുറേ പ്ലാറ്റ്ഫോംസിൽ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എക്സാക്ട്ലി കുറേ കോഴ്സസ് അവൈലബിൾ ആണ്, നമുക്കത് എടുത്ത് പഠിക്കാം. പിന്നെ വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ബിസിനസ് നടത്തുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അറിയില്ലേ, അവരുടെ ബിസിനസ് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്ലയൻറ്റിനെ കിട്ടാനില്ല എന്ന് പറയും. ഞാൻ പറയും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്താൽ മതി. അവരുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്താണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്.
അപ്പോൾ ആ ഒരു ആംഗിളാണ് കുട്ടികളോട് എപ്പോഴും പറയുന്നത് പഠിക്കാൻ വരുമ്പോഴായാലും. ഓക്കെ. അപ്പോൾ ഈ 12 വർഷത്തെ കരിയറിൻ്റെ ഇടയിൽ കേരളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളത്തിനും പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെയും പുറത്തെയും വർക്കിംഗ് കണ്ടീഷൻ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? വർക്കിംഗ് കണ്ടീഷൻസിലെ വ്യത്യാസത്തിനേക്കാൾ കൂടുതൽ കൾച്ചറൽ വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, ഒരു നാടൻ ചിന്താഗതി എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ പുറത്ത് പോയി വർക്ക് ചെയ്ത്, ഞാൻ ബോംബെയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ വില്ലിങ് ആണ്. അവർ കുറച്ചും കൂടെ എന്താ നമ്മൾ പറയുക, കുറച്ചും കൂടെ ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാൻ റെഡിയാണ്. ഒരു അഡ്വർടൈസിങ്ങിൽ നമ്മളൊരു ടാഗ് ലൈൻ കൊടുക്കുവാണെങ്കിൽ, സ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ലയൻ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് ഉണ്ടോ, അതിനൊരു അണ്ടർലൈൻ വേറെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അവിടെ നമുക്ക് അത്രയും ചിന്തിക്കേണ്ട. സോ യു ആർ ലിറ്റിൽ മോർ ഫ്രീ, ക്രിയേറ്റീവ് തിങ്കിങ് വരുമ്പോൾ. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഒരു വ്യത്യാസം. പക്ഷെ അതിപ്പോൾ ഇവിടെ മാറി വരുന്നുണ്ട്. അതേപോലെ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റും ബാക്കിൻ്റും തമ്മിൽ പബ്ലിഷിംഗ് സൈഡും അതേപോലെ പരസ്യം കാണുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? എങ്ങനെയാണ് ആക്ച്വലി മനോരമയിലെ എക്സ്പീരിയൻസ് ഈവൻ എനിക്കും ഒരു പുതിയ ഒരു ബിക്കോസ് അന്ന് വരെ നമ്മൾ മനോരമയിൽ വരുന്ന ആഡാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മാനേജ് ചെയ്യുക ആൻഡ് അതിൻ്റെ ഒരു ബാക്ക് എൻഡിലെ ഓപ്പറേഷൻസ്, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശരിക്കും പഠിക്കുന്നത് സെയിൽസ് ടീം എങ്ങനെ പോയിട്ടാണ് ക്ലയൻസിന് കൺവിൻസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ഓരോ ക്ലയൻസിനും റിസൾട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ മനോരമ അഗൈൻ ഇസ് എ വാസ്റ്റ് ഓഷ്യൻ, കുറേ പേജസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ എവിടെ ക്ലയൻറ്റിൻ്റെ ആഡ് ഇട്ടാൽ വർക്ക് ചെയ്യും, എവിടെ ഇടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ആൻഡ് ഓൾസോ ഇപ്പം ഒരു പബ്ലിഷറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു നോർമൽ സാധാരണ ഒരു സൈഡിൽ കിടക്കുന്ന ഒരു ബാനർ ആഡ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫീച്ചറോ ഒരു അഡ്വർട്ടോറിയലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ കിട്ടിയ ഒരു സ്ഥലമാണ്. ഈ ഒരു കരിയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കരിയർ ഭയങ്കര ചലഞ്ചിങ് ആണോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇപ്പോൾ ഒരാൾക്ക് ആ ഒരു രീതിയിൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഓക്കെ, എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസും പോലെ നമുക്ക് സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഇല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഒരു സമയത്ത് നമ്മൾ കണ്ടത് എല്ലാ റോഡിലും, ഇപ്പോൾ എറണാകുളം എന്നുള്ളൊരു സിറ്റി എടുത്ത് നോക്കിയാൽ ഓരോ റോഡിലും ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി വീതം വന്നു. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലത്തിൽ അതെല്ലാം പോയി. ബിക്കോസ് അവർക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല, ട്രെയിൻഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പം നമുക്ക് ഐ വോണ്ട് ടു വർക്ക് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഞാൻ എന്താണോ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതിനോടൊരു ആപ്റ്റിറ്റ്യൂഡ് വേണം. അതല്ലാതെ ചാലഞ്ചിങ് ആയിട്ട് ഒന്നുമില്ല. ഓൺലി തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ വില്ലിങ് ആയിരിക്കണം, അപ് ടു ഡേറ്റഡ് ആവാൻ വില്ലിങ് ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതല്ലാണ്ടില്ല. ആൻഡ് ദാറ്റ് ബീങ് സെഡ്, ഇപ്പോഴും ഞങ്ങൾ ആസ് എൻ എംപ്ലോയർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ജോബ് മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള കുട്ടികളെ കിട്ടാനില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ മാർക്കറ്റിങ്ങിൽ ഫ്രഷേഴ്സിനെ എടുത്തിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. ഇൻഡസ്ട്രിയിൽ റിസോഴ്സസിന് നല്ല ഷോർട്ടേജ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന സാലറി കൊടുക്കാൻ കമ്പനീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു കരിയറിൽ നിന്നൊക്കെ മാറി ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാന്നുള്ളതൊക്കെ മാറി ഒരു എൻ്റർപ്രണറായിട്ട് വന്നിരിക്കുകയാണ്. സ്ത്രീ സംരംഭകരെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പൊതുവേ അധികം സ്ത്രീ സംരംഭകരൊന്നും ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു റെസ്പോൺസ്? ആളുകൾ വരുന്നുണ്ടോ? അതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ ആ ഒരു വിലയിരുത്തപ്പെടുന്ന രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? കേരളയിൽ വിമൻ ഓൺട്രപ്രണേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് എത്ര ടൈലറിങ് നടത്തുന്ന ചേച്ചിമാരെ നമുക്കറിയാം, എത്ര ഹോം ബേക്കേഴ്സിനെ നമുക്കറിയാം, എത്ര പേര് അച്ചാറ് കുപ്പിയിലുണ്ടാക്കി വിൽക്കുന്നതൊക്കെ അറിയാം. അപ്പോൾ ഇവരെ ആരും ദേ നോട്ട് സൈസബിൾ ഇനഫ് ടു ബി കൺസിഡേർഡ് ആസ് ഓൺട്രപ്രണേഴ്സ്. അതാണ് നമ്മുടെ മാർക്കറ്റിലുള്ള പ്രശ്നം. കാര്യം ഇവർ ഏൺ ചെയ്യുന്നതും പൈസയാണ്, ഇവരും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. ബട്ട് ഓൺ ദ ഫോർ ഫ്രണ്ട് ഈ പറയുന്ന പോലെ വലിയ കോർപ്പറേറ്റ്സിലോ വലിയ കമ്പനീസിലോ ഒന്നും വിമൻ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളത് ശരിയാണ്. ആൻഡ് എന്തുകൊണ്ട് വനിതാ സംരംഭകർ? ബിക്കോസ് ഞാൻ ഫേസ് ചെയ്ത കുറേ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ടീമിൽ ഫുൾ പയ്യന്മാരും ഒരു ഞാനും ഉണ്ടായിരുന്നിട്ടുള്ളൂ. ക്ലയൻസിനെ കാണാൻ പോകുമ്പോഴൊക്കെ ജെൻസാണ്, ലേഡീസ് കുറവാണ്. അപ്പം ഞാൻ ഒരു സർവേ ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചെയ്തപ്പോൾ കണ്ടെത്തിയത് വിമൻ ഡോണ്ട് നോ വേർ ടു ഗോ. ആരുടെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കണം, ആരോട് ചോദിച്ചാൽ ഒരു അഡ്വൈസ് കിട്ടും, അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. അതെ, എവിടെ പോകണം എന്നറിയില്ല. പിന്നെ ബഡ്ജറ്റും കുറവാണ്. ബിക്കോസ് വിമന് റിസ്ക് അപ്പറ്റൈറ്റ് ഇച്ചിരി കുറവാണ് ബിസിനസ് വരുമ്പോൾ. വീട്ടിൽ റെസ്പോൺസിബിൾ ആണ്, വീട്ടിൽ ആൻസറബിൾ ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് അപ്പറ്റൈറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഞാൻ ശരിക്കും ഷീപ്രൂണർ ഹബ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമി പോലെ സ്റ്റാർട്ട് ചെയ്തത്. വേർ വാട്ട് ഐ ഡു ഇസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നിങ്ങളുടെ ബിസിനസ് വളർത്താമെന്ന് വനിതാ സംരംഭകരെ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ആൻഡ് കൺസൾട്ടിങ് ക്ലയൻസും ഉണ്ട്.
റെസ്പോൺസ് ആക്ച്വലി നല്ല റെസ്പോൺസാണ്. ബിക്കോസ് ആൾക്കാർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീക്ക്ലി കോൾസ് ഒക്കെ ഇരുന്ന് ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് റിസൾട്ട്സ് ഓൾസോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഓക്കെ, സോഷ്യൽ മീഡിയ വഴിയാണോ മെയിനായിട്ട്? സോഷ്യൽ മീഡിയ ആണ് ചെയ്യുന്നത്. അതെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അതെ, ബിക്കോസ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ലേഡീസിൻ്റെ ഒരു ബിസിനസ് രീതി എന്ന് പറഞ്ഞാൽ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫ്ലയർ ഷെയർ ചെയ്യും. അപ്പോൾ ഈവൻ ആ ഫ്ലയേഴ്സ് എങ്ങനെ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യണം മുതൽ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫുൾ ജേർണിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കറിയുന്നത് പോലെ സ്കില്ലുകൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന എല്ലാ മേഖലകളും കോമ്പറ്റീറ്റീവ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോഴും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏത് മേഖലയിലാണ് സ്കില്ലില്ലാത്തത് എന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് പുതിയ ജനറേഷനിലെ കുട്ടികൾ വളർന്നു വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ കളർഫുൾ ആണോ? എന്താണ് തോന്നുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ കളർഫുൾ ആണ്, ഡെഫിനറ്റ്ലി കളർഫുൾ ആണ്. ഇപ്പോൾ ഒരു 10-12 കൊല്ലം മുമ്പ് ഇല്ലാതിരുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് മുതൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊരു കരിയർ ഉണ്ടാക്കുക, ഈവൻ ടു ആൻ എക്സ്റ്റെൻറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യുക, ഇതുപോലെ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ ടെക്നോളജി പോകുന്നതായാലും ഒരു Web3, മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ ആ ഒരു ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓപ്ഷൻസ് കൂടുമെന്ന് മാത്രമല്ല, എത്രത്തോളം നമ്മൾ ഹൈപ്പർ സ്പെഷ്യലൈസ്ഡ് ആവുന്ന നമുക്ക് അത്രയും ഡിമാൻഡ് കൂടും. ഇപ്പം എൻ്റെ ഒരു പ്രൊഫസർ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ജനറൽ ഫിസിഷ്യനെ കാട്ടി ഒരു റെസ്പെക്റ്റ് ആൻഡ് ഡിമാൻഡ് കൂടുതൽ ഒരു ന്യൂറോ സർജനാണ്. ദാറ്റ്സ് ബിക്കോസ് ദാറ്റ് പേഴ്സൺ സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ അതുപോലെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് എന്തിനോടാണോ ആപ്റ്റിറ്റ്യൂഡ്, എന്താണോ നമുക്ക് ഇഷ്ടം, അതിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്യൂച്ചർ കളർഫുൾ, വെരി കളർഫുൾ ആണ്. അപ്പോൾ ഒരു ബിസിനസ് വുമൻ ആവാൻ താല്പര്യമുള്ളവരെ ഷീപ്രനർ ഹബ്ബ് വഴി സഹായിക്കും. പക്ഷേ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അവർക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യണം, അവർക്കൊരു ട്രെയിനിങ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികളെ അവരെങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക? ഇപ്പോൾ ബേസിക്കലി ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഫ്രീ റിസോഴ്സസ് ഉണ്ട്. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. പക്ഷെ ആ കുട്ടികളൊക്കെ വന്ന് സ്റ്റക്കാവുന്നത് എല്ലാ വീഡിയോയും കണ്ടു, ഇനി ഇത് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അവരിൽ കാണുന്നത്. അപ്പം ഒരുപാട് കുട്ടികളുണ്ട്, ലൈക്ക് മെസ്സേജ് മീ ഓൺ ലിങ്ക്ഡിൻ. അപ്പോൾ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ചില കുട്ടികൾ അപ്ഫ്രണ്ട് ചോദിക്കും ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ജോബിന് പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ടെക്നിക്കലി അവർ സൗണ്ട് ആയിരിക്കണം. അപ്പോൾ ടെക്നിക്കലി സൗണ്ട് അല്ലാത്ത കുട്ടികളോട് നമ്മൾ ആദ്യം ഒരു 6 months ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറയും. അത് പെയ്ഡോ അൺപെയ്ഡോ അവരുടെ ഒരു സ്കിൽ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പം എനിക്കായാലും ഞാൻ ഇവിടുത്തെ കമ്പനിയിലായാലും ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇപ്പോൾ ഇൻഡസ്ട്രി നമ്മുടെ ഒരു സെയിം ആയതുകൊണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സിറ്റി ഏതാണോ അത് നോക്കി ഏതെങ്കിലും ഒരു നിയറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ നിയറസ്റ്റ് ഫേമിലേക്ക് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് റെഫർ ചെയ്യാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പഠിച്ച് സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ബിക്കോസ് ഇപ്പോൾ പെട്ടെന്ന് ഇൻറ്റേൺഷിപ്പാണ് എന്നും നിങ്ങൾക്ക് വാല്യുബിൾ. ബിക്കോസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പോഷർ വേറെ എവിടെ നിന്നും കിട്ടൂല. ഒരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക, ഒരു 6 മാസം കാശിലാണ്ട് പണിയെടുക്കേണ്ടി വരും എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ പോവുക, പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ആ എക്സ്പീരിയൻസ് ഇസ് വർത്ത് മോർ ദാൻ ദ മണി. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ ഒരു സെക്ടറിന് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ഒരു ഇൻകം ലെവലൊക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ചിനേക്കാൾ കൂടുതൽ ഒരു ആസ്പിറേഷനിൽ പറയുവാണെങ്കിൽ ഇപ്പം എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് എല്ലാ ഇൻഡസ്ട്രിയും പേ ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണോ അതുപോലെ ഇപ്പോൾ ഒരു വെൽ പേയിങ് ഇൻഡസ്ട്രി തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ എന്താ പറയുന്നത്, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 15,000 ഒക്കെ കിട്ടുവാണെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ അപ്പ് ടു 1,00,000-1,50,000 ഒക്കെ ഈസിലി കിട്ടും. ഞാൻ പറയുന്നത് കേരള മാർക്കറ്റിൽ തന്നെ അത്രയും കിട്ടും. അപ്പോൾ പുറത്തേക്ക് പോയാൽ പോസിബിലിറ്റീസ് പിന്നെയും കൂടുതലാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് വേണം, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ് ചെയ്യുക ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് യു ഡു ആൻഡ് അഡാപ്റ്റ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ വെരി ഗുഡ് പാക്കേജ് ടു ടേക്ക് ഹോം എവറി മന്ത്. അപ്പോൾ കേരളത്തിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് വിദേശത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇതും ഇവിടുത്തെ പോലെ തന്നെ ആയിരിക്കും അവിടുത്തെ മാർക്കറ്റിംഗ് ടെക്നിക്സും സ്ട്രാറ്റജീസും ഒക്കെ? അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ? എങ്ങനെയായിരിക്കും? നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ട് പുറത്തേക്ക് പോകുന്നൊരു അതെ വിദേശ രാജ്യങ്ങളിൽ അവർക്കുള്ള സാധ്യതകൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ കേരളയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് പുറത്തുള്ള ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ സ്വിച്ച് ഓവറിന് ബുദ്ധിമുട്ട് വരില്ല. ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് കേരള മാർക്കറ്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്കാണ്. ബേസിക്കലി വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ഇവോൾവ് ചെയ്യുന്നേ ഉള്ളൂ. വെസ്റ്റേൺ മാർക്കറ്റ് ഇസ് എ ഫ്യൂ ഇയേഴ്സ് അഹെഡ് ഓഫ് us. അതിൻ്റെ വ്യത്യാസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരും. പ്രൈമറിലി വരാൻ പോകുന്നത് പ്ലാറ്റ്ഫോംസിനാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ്,
സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മാത്രമാണ്. ഈവൻ ലിങ്ക്ഡിൻ പോലും നമ്മൾ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ട്വിറ്റർ ഇസ് ഡെഡ് ടു അസ്. ഇന്ത്യയിൽ ഒന്നും നടക്കുന്നില്ല ട്വിറ്ററിൽ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ കുറച്ചും കൂടി മോർ യൂസ്ഡ് ആണ് വെസ്റ്റേൺ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ ഒരു അഡാപ്റ്റബിലിറ്റി അതൊന്ന് സ്വിച്ച് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് വെസ്റ്റേൺ മാർക്കറ്റ് കുറച്ചും കൂടി ആഡ്സ് കണ്ട് ഒക്കെ വരുന്നതായതുകൊണ്ട് അവർ കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്ന കോണ്ടന്റ് മാർക്കറ്റിങ്ങിലാണ്. നമ്മളിവിടെ ആഡ് മാത്രം കാണിച്ചതുകൊണ്ട് ചിലപ്പോൾ ഒന്നും നേടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഒരു എന്താ പറയുന്നത് ഒരു ലേണിംഗ് കർവ് വ്യത്യാസം അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക, ഇവിടെ പഠിച്ചതൊക്കെ മായ്ച്ചു പോയിട്ട് വേറെ പഠിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇല്ല. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ചീപ്പാണ് എന്നുള്ള രീതിയിലൊരു സംസാരം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചീപ്പ് അല്ല, ചീപ്പർ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് യു കമ്പയർ ഇട്ടു. ഇപ്പം നമ്മളൊരു പ്രിൻ്റ് ആഡ്, ഓൾ കേരള ജാക്കറ്റ് പ്രിൻ്റ് ആഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോബബ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചീപ്പറാണ്. ഇറ്റ് ഈസ് ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ പോകുന്നൊരു മൈൻഡിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനുള്ള പൈസയാവുള്ളൂ. ഒരു ഏക്കറാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് സ്ട്രെച്ച് ആവും. അപ്പം നമ്മൾ ക്ലയൻസിനോട് അവർ പറയുന്ന മിനിമം ബഡ്ജറ്റിൽ ചെയ്യണം എന്ന് നമ്മൾ ക്ലയൻസിനോട് പറയുമ്പോൾ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം ബഡ്ജറ്റ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് വൈയെ റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് സ്ട്രെച്ച് ചെയ്ത് ഒരു X+2 ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു Y+5 റിസൾട്ട് കിട്ടിയെന്ന് വരും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ബേസിക്കലി ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് എന്ന നിലയിൽ അവരറിഞ്ഞിരിക്കേണ്ടത് എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തിന് ചെയ്യുന്നു, ഞാൻ എന്ത് ഔട്ട്കമാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മൊത്തം കാണണം എൻ്റെ ആഡ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ എല്ലാ ആൾക്കാരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. ചിലപ്പോൾ അത് 40-50 വയസ്സിടയിൽ 40-50 ഇയേഴ്സിനിടയിൽ പ്രായമുള്ള കണ്ണാടി വയ്ക്കുന്ന ചേട്ടന്മാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ. അപ്പോൾ അവരെ മാത്രം കാണിച്ചാൽ മതി. അതിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് വേസ്റ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് നമുക്ക് ടൈലർ ചെയ്ത് കറക്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആരോടാണോ അപ്രോച്ച് ചെയ്യുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഈ ബഡ്ജറ്റിന് ഇത്ര കിട്ടും, മറ്റൊരു ബഡ്ജറ്റിന് ഇത്ര കിട്ടും എന്നുള്ളത്. ആൻഡ് ദെൻ ടേക്ക് എ ഡിസിഷൻ. അല്ലാതെ ഒരു 10,000 റുപ്പീസും കൊണ്ട് പോയിട്ട് ഒരു 10,000 ലീഡ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഗൂഗിൾ ആഡ്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ആയിരിക്കും. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, വലിയ കഷ്ടപ്പാട് പണിയൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ സാധാരണ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നിന്ന് മാർക്കറ്റിംഗ് രീതികളെ പോലെ തന്നെ ഇതിന് ഫേവറിങ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവില്ല. എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കേണ്ടേ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ? അതെന്തൊക്കെയാണ്? ഇപ്പം 2 രീതിയിൽ ഞാനത് ആൻസർ ചെയ്യാം. ഒന്ന് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും ഒന്ന് അഡ്വർടൈസ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഇത് ഈസി ആണല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടും. ഫസ്റ്റ് തിങ് ഇസ് എല്ലാ പ്ലാറ്റ്ഫോമിനും ഇപ്പം നമ്മൾ ഗൂഗിൾ ആഡ്സ് പറഞ്ഞു, ഫേസ്ബുക്ക് പറഞ്ഞു, ഇൻസ്റ്റഗ്രാം പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ അവസാനിക്കുന്നില്ല. ഇതെല്ലാം പെയ്ഡ് മെത്തേഡാണ്. പെയ്ഡ് അല്ലാണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. SEO ഉണ്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, നേറ്റീവ് ആഡ്സ് ഉണ്ട്, പിന്നെ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ലിങ്ക്ഡിൻ, ട്വിറ്റർ, യൂട്യൂബ്, ഇതുപോലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കോറ, റെഡിറ്റ്, ഇതിലൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഒരു ആഡ് റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളൊരു ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു പോസ്റ്റ് അത് അങ്ങനെ എടുത്ത് ലിങ്ക്ഡിനിലിട്ടാൽ ചിലപ്പോൾ അത് വർക്കായിക്കൊള്ളണമെന്നില്ല. അതിന് അതിൻ്റെതായ രീതിയിൽ ട്വീക്ക് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഓഡിയൻസിൻ്റെ ഒരു ഏജ് ആയിരിക്കില്ല ഫേസ്ബുക്കിലുള്ള ഒരു ഓഡിയൻസിൻ്റെ ഏജ്. അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ലിങ്ക്ഡിനിൽ വരുമ്പോഴുള്ള ആൾക്കാരുടെ. അപ്പോൾ ഈ ഓരോ പ്ലാറ്റ്ഫോം അറിഞ്ഞ് നമ്മൾ അതിനെ കണ്ടൻറ്റ് മാറ്റി അതിന് വേണ്ട ചെയ്യേണ്ട ട്വീക്സ് ചെയ്താലാണ് അത് പെർഫോം ചെയ്യുള്ളൂ. എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് റീലാക്കിയൊക്കെ അപ്ലോഡ് ചെയ്യാം, #ടാഗ് ഇടാം, ചിലപ്പോൾ അത് ക്ലിക്കാവും, ചിലപ്പോൾ വൈറലാവും. പക്ഷെ അത് സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്നതാണ് ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. എന്തിനൊരു പീസ് ഓഫ് കോണ്ടന്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഔട്ട്കം. ഇപ്പം നമുക്ക് ചിലപ്പോൾ വേണ്ടത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾ വരിക എന്നുള്ളതായിരിക്കും. നമ്മുടെ പേജ് പോസ്റ്റിന് ലൈക്ക് വീണിട്ട് കാര്യമില്ല. അപ്പോൾ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരണമെങ്കിൽ എന്തൊക്കെ ടൈപ്പ് പോസ്റ്റുകൾ ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് കണ്ടന്റ് ആയിരിക്കണം, ഏതൊക്കെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നും ഒരു പ്രൊഫഷണലിനാണ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ തന്നെ ചെയ്ത് പഠിച്ച് ബൈ മിസ്റ്റേക്സോട് കൂടി ചെയ്ത് പഠിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ പൈസ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ല പക്ഷേ ടൈമുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തോളൂ, പഠിച്ചോളൂ. പക്ഷേ ഇനി അഥവാ നിങ്ങൾക്ക് ടൈം ഷോർട്ടാണ് പക്ഷേ യു ഹാവ് എ ബഡ്ജറ്റ്, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ പ്രൊഫഷണൽ. കാരണം അവരുടെ ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന അവർ പഠിച്ച മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവർ ഓവർകം ചെയ്ത മിസ്റ്റേക്സിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാം.
ഇവർ സ്റ്റാർട്ട് ചെയ്ത മിസ്റ്റേക്സ് അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എക്സാക്ട്ലി, അതെ. ഇപ്പം ഞാൻ എന്നോട് ചില ക്ലയൻസെങ്കിലും ചോദിക്കും റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭവ്യ ഇത്രയും കൺസൾട്ടിങ്ങിനൊക്കെ ഇങ്ങനെ റേറ്റ് പറയണേ. ഞാൻ പറയും, ഞാൻ 12 കൊല്ലം ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ദിസ് ഇസ് ദ കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഇപ്പം ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിരുന്നു പക്ഷെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊള്ളില്ല എന്ന്. ഞാൻ പറയും, നിങ്ങൾ ക്യാമ്പയിൻ ഒന്ന് കാണിക്കുക, നിങ്ങൾ എന്താ ചെയ്തതെന്ന് കാണിക്കുക എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. അവർ പേജിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, അവരത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ടാർഗറ്റിങ്ങോ അല്ലെങ്കിൽ കറക്റ്റ് മാർക്കറ്റിലേക്ക് എങ്ങനെ അവർക്കത് ഫോക്കസ് ചെയ്ത് കാണിക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അറിയില്ല, മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ റിസൾട്ട് വരില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്തത്, എന്നിട്ട് അവരുടെ മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ പറയും, ശരിയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആൻഡ് ദെൻ ദേ ആർ വില്ലിംഗ് ടു ട്രൈ അഗൈൻ. അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് മോസ്റ്റ് ഫേവറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ? ബുദ്ധിമുട്ട് ഈസ് എഡ്യൂക്കേഷൻ. ആൾക്കാർ ചോദിക്കുന്നത് ചില ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ബേസിക്കലി അവർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ അവരുടെ ക്യാമ്പയിനൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ ചോദിച്ചത്, ഞാൻ എത്ര മണിക്ക് ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ എൻ്റെ ആഡ് കാണുമെന്നാണ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചീപ്പല്ലേ, എന്തിനാണ് ഇത്രയും ബഡ്ജറ്റ്, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ് ചാലഞ്ചസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയുന്നത്, നിങ്ങളുടെ ഓരോ റുപ്പിയും എവിടെ സ്പെൻഡായി എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് മാർക്കറ്റിംഗ് മെത്തേഡാണോ ഉള്ളത്? ശരിയാണ്. വെബ്സൈറ്റിൽ വരുന്ന ഓരോ ക്ലിക്കും നമുക്ക് എവിടെ നിന്ന് വന്നു എന്നറിയാം. വെബ്സൈറ്റിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ എങ്ങോട്ട് പോയി, എന്ത് ആക്ഷനാണ് എടുത്തത്, അവർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്തോ, ഒരു എൻക്വയറി ഫോം ഫില്ല് ചെയ്തോ, നിങ്ങളെ വിളിച്ചോ, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ദി ആൻസർ. അതെ, ശരിയാണ്. നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടന്റ് ഈസ് ദ കിങ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കണ്ടന്റിൻ്റെ ഇത് ബേസ് ചെയ്തിട്ട് കുറേ കൂടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ലേ, അതെന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പോൾ കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഇപ്പോൾ പല രീതിയിലുണ്ട്. ഇപ്പോൾ റിട്ടൺ ഉണ്ടാവാം, അപ്പോൾ വെബ്സൈറ്റിന് വേണ്ടി കണ്ടന്റ് എഴുതാം, ബ്ലോഗുകൾക്ക് വേണ്ടി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഫിലിംസിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു കരിയർ ആവാം. ഇതെല്ലാം ഫിലിം എന്ന് പറയുമ്പോൾ നോട്ട് നെസസറിലി കമേഴ്ഷ്യൽ, ഡോക്യുമെൻ്ററീസ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ആസ്പെക്ട് വെൻ ഇറ്റ് കംസ് ടു വോക്കൽ കോണ്ടന്റ് ആണ് പോഡ്കാസ്റ്റിംഗ്. പോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും പിക്കപ്പായി വരുന്നേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റ് ഇന്നും യങ് ആണ്, മലയാളി പോഡ്കാസ്റ്റേഴ്സ് വളരെ ചുരുക്കമുള്ളൂ. അപ്പം പോഡ്കാസ്റ്റിംഗ് ഇസ് ഓൾസോ വൺ ഓപ്ഷൻ വേർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്യുക. അത് പോഡ്കാസ്റ്റിങ്ങിലൂടെ ആയാലും നമുക്ക് വരുമാനം കിട്ടാനുള്ള പല മാർഗ്ഗങ്ങളും ഉണ്ട്, നോട്ട് ജസ്റ്റ് ആഡ്സ്. അതല്ലാതെയും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ വരുന്നതാണ് അഗൈൻ വീഡിയോ ഫോം. ഇപ്പോൾ ഈ കോണ്ടന്റ് തന്നെ നമുക്ക് റിട്ടൺ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, സ്പോക്കൺ ഉണ്ട്. വീഡിയോയിലായാലും ഇപ്പോൾ ചിലരുണ്ടാവും ഷോർട്ട് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നു, അതൊരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ലോങ് ഫോം ബ്ലോഗ്സ് ചെയ്യുന്നവരുണ്ട്. യൂട്യൂബിലൂടെ പഠിപ്പിച്ച് ആഡ്സിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കോണ്ടന്റ് എന്ന് പറയുന്നതും അഗൈൻ ഇസ് ഒരു ബ്രോഡ് സാധനമാണ്. അതിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു അതിൽ തന്നെ എത്രത്തോളം നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കാർവ് ചെയ്യാൻ പറ്റുന്നു, അത്രയും നമുക്ക് പോപ്പുലർ ആവാം, അത്രയും നമുക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലീഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. ഈ ലീഡ്സിനെ സെയിൽസ് ആക്കി മാറ്റുക എന്നുള്ളത് സെയിൽസ് ടീമിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എന്നാലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണ്ടേ, അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഡെഫിനറ്റ്ലി നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമറിന് ബിസിനസ് കിട്ടണം, കസ്റ്റമറിന് ഗുണം ഉണ്ടാവണമല്ലോ ഏതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിന്നും. അതിപ്പോൾ നമ്മൾ സ്വന്തം കമ്പനിക്ക് വേണ്ടി ചെയ്താലും ഒരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്താലും അത് ഔട്ട്കം നല്ലതായിരിക്കണം. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലയൻസിനോടൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ലീഡ്സിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ ഡെയിലി 2-3 ടൈംസ് ആയിരിക്കും അവർക്ക് ലീഡ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വൺസ് ഇൻ എ ഡേ ആയിരിക്കും ലീഡ്സ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ അവരോട് നിർബന്ധമായും ചോദിക്കുന്നത് ഫീഡ്ബാക്കാണ്. ആ ലീഡിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയാലാണ് നമുക്ക് ക്യാമ്പയിൻ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്, പക്ഷെ അവർ വരുന്ന എൻക്വയറി കുറച്ചും കൂടെ ഒരു ലോവർ ലെവൽ ഇൻകം ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കും. അപ്പോൾ കസ്റ്റമർ പറയും നമ്മുടെ മാർക്കറ്റ് കറക്റ്റ് അല്ല എന്ന് പറയും.
അപ്പോൾ നമുക്ക് ക്യാമ്പയിനിൽ ഒരുപാട് ട്വീക്സ് ചെയ്യാൻ പറ്റും കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു ജനറൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുവൽ എക്സാം പോലെ ഫുൾ ക്യാമ്പയിൻ കഴിയുമ്പോൾ ക്യാമ്പയിൻ കൊള്ളില്ലായിരുന്നു, അതല്ല ആൻസർ. അതൊരു ഡെയിലി ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാൾക്ക്, നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഓൺ ദ ഗോ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേ 1 റിസൾട്ട് ആയിരിക്കില്ല എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ബീങ് സെഡ്, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേ 1 മുതൽ ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടില്ല. ബിക്കോസ് ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായ ഒരു ലേണിംഗ് കർവ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം എടുക്കും ആ ലീഡിൻ്റെ എണ്ണം ഒന്ന് സ്റ്റേബിൾ ആവാൻ, ബഡ്ജറ്റിൻ്റെ സ്പെൻഡിങ് ഒന്ന് സ്റ്റേബിൾ ആവാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ആളിലേക്ക് എത്തുന്നത് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പേഷ്യൻസ് ബിസിനസ് ഓണർ കാണിക്കണം. ഓരോ ദിവസവും എക്സാക്ട്ലി അതെ, ഒരു 3 to 5 ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഒരു എന്താ പറയുന്ന ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ വേണം. ഡേറ്റ വേണമെങ്കിൽ ഒരു 3 ദിവസം എങ്കിലും ക്യാമ്പയിൻ ഓടണം. കേവലം കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് വലിയ വലിയ കമ്പനികളൊക്കെ ഇപ്പോൾ ഓട്ടോമേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതുമായിട്ട് ഇണങ്ങാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വരുന്നത്? ഓട്ടോമേഷൻ ഡെഫിനറ്റ്ലി ഇസ് ടേക്കിംഗ് ഓവർ ദ വേൾഡ് അല്ലേ. ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും മോർ ഓർ ലെസ് അത് തന്നെയാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കസ്റ്റമറിൻ്റെ ബിഹേവിയറാണ്. കസ്റ്റമേഴ്സ്, ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉത്തരം കിട്ടിയാൽ നല്ലത്, ഇന്ന് കിട്ടിയാലും ഓക്കെ, നാളെ കിട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു മൈൻഡിലാണ് നമ്മളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഓട്ടോമേറ്റ് ചെയ്യാമോ കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഉടനെ തന്നെ ഇൻബോക്സിൽ അതിൻ്റെ ആൻസർ വരുന്നത് എപ്പോഴും ഒരാളിരുന്ന് അയക്കുന്നതല്ല, പലപ്പോഴും നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഓരോ വെബ്സൈറ്റിൽ പോയി എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരുമോ, പിറ്റേ ദിവസം ഒരാൾ ഓഫീസിൽ വന്നിട്ട് അത് മെയിൽ അയച്ചു തരും. അങ്ങനെ കുറേ ഗ്യാപ്പുകൾ. ഞാൻ കാണുന്ന ഒരു ചലഞ്ച്, നമ്മുടെ കേരള മാർക്കറ്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുട്ടികൾ കാണുന്ന ചലഞ്ച്, അവർക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എക്സ്പോഷർ കിട്ടിയാലും പല ക്ലയൻസും വില്ലിങ് അല്ല ആ ഒരു ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്ത് അതിനുള്ളൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ദർ ആർ ബിഗ് കമ്പനീസ് ഹു ഇൻവെസ്റ്റ് ഇൻ ഓട്ടോമേഷൻ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്. പക്ഷേ അഗൈൻ പഠിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന കുട്ടികളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷെ അത് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്യാൻ പലപ്പോഴും ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അഗൈൻ അങ്ങനത്തെ കുട്ടികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ പുറത്തുള്ള ക്ലയൻസായിട്ട് വർക്ക് ചെയ്യൂ. ഇന്ത്യൻ ക്ലയൻസ് എന്നല്ല, കേരള ക്ലയൻസ് മാത്രമായിട്ട് വർക്ക് ചെയ്യേണ്ട. ബഡ്ജറ്റുള്ള ക്ലയൻസിന് ഈവൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ഇമെയിൽ ഓട്ടോമേഷൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ പെർട്ടിക്കുലർ ഏരിയയിലും സ്പെഷ്യലൈസ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ രീതിയിൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ പ്രോബബ്ലി ദേ ഹാവ് ടു ലുക്ക് ബിയോണ്ട് കേരള ഫോർ നൗ, അറ്റ്ലീസ്റ്റ് ഫോർ നൗ. നമ്മൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ സാധ്യതകളെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്കായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള കുട്ടികൾക്കായാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളോട് ഇത്രയധികം സമയം ചിലവഴിച്ചതിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. താങ്ക് യു.